ഹലോ ഗഡീസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ എറണാകുളം വിത്ത് മൈ ചേച്ചി. അപ്പോൾ എറണാകുളം എത്തിയിട്ട് ആദ്യം തന്നെ മെട്രോയിലാട്ട കയറിയത്. കുറെ നേരമല്ലോ മോളെ പിന്നോട്ട് വാ. അങ്ങനെ ഞങ്ങൾ മേലെ എത്തിയിട്ട് മെട്രോ വന്നിട്ട് മെട്രോ അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ എടുക്കുമ്പോഴാട്ടാ ഞങ്ങൾ എല്ലാവരും നോക്കണ്ടായിരുന്നു. അപ്പൊ അമ്മ പറയട്ടാ എന്റെ യൂട്യൂബിലത്തെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ട്രെയിനിൽ നിന്ന് ഇറങ്ങി. എന്ന് വെച്ചാല് സ്റ്റോപ്പ് എത്തിയിട്ടാ. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെയും നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ പിന്നെയും ചെയ്തിട്ട് വേണം അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിട്ട്. പിന്നെ ഞാനേ വിശക്കണ മനുഷ്യനായ കാരണം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു എനിക്ക് വിശക്കുണ്ടെന്ന്. അപ്പൊ അവൾ എനിക്ക് ബിരിയാണി അല്ല ഏട്ടാ, നെയ്ച്ചോറ് വിത്ത് ബീഫ്. പിന്നെ ഞങ്ങളുടെ വണ്ടിയും ഒന്നും ഇല്ലാത്ത കാരണം തന്നെ ഞങ്ങൾ നടക്കാട്ടാ ചെയ്യണം. ഞങ്ങൾ ചെറുപ്പം തൊട്ട് നടക്കാം. എപ്പോഴാണോ ഒരു വണ്ടി ഉണ്ടാവുക? അയ്യോ, ഞങ്ങൾ നടന്ന് ഒരു പൈവായില്ലേ ഗായ്സ്. ഇപ്പൊ പുറത്ത് എന്താ ചൂടില്ല. അപ്പൊ ചൂട് കാരണം ഞങ്ങളൊരു തണുപ്പിക്കാൻ വേണ്ടി വെള്ളം കുടിച്ചുട്ടാ. അപ്പൊ അമ്മ ശരിക്കും അങ്ങോട്ട് തണുക്കണതാ കാണാൻ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ മെട്രോയിൽ തന്നെ പോയിട്ടാ. പിന്നെ അവിടെ ഇരുന്ന് വീശിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. ഭയങ്കര ചൂടായ കാരണം തന്നെ ഞങ്ങൾ വെള്ളം കുപ്പിയൊക്കെ വാങ്ങിച്ച് കയ്യിൽ വെച്ചു കൂട്ടാ. അത് ആവശ്യം വരും, കാരണം ചൂടാണല്ലോ. അങ്ങനെ വീണ്ടും വെള്ളം കുടിച്ച് വേർക്കാണ് അമ്മു. അങ്ങനെ ഞങ്ങൾ ലുലു മാളിൽ എത്തിയിട്ടാ. ഞങ്ങളുടെ ആണെങ്കിൽ ഇപ്പൊ എവിടെ പോവാണെങ്കിൽ എല്ലാവരും നോക്കൂട്ടാ. ഞങ്ങളെ കണ്ടാല് ചേച്ചിയും അനിയന്റെയും പോലെ ഇല്ല എന്നൊക്കെയാണ് പലരും പറയാറ്. പക്ഷെ വേറെ ചിലര് പറയും ഞങ്ങളുടെ പല്ലും കണ്ണൊക്കെ ഒരേപോലെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നണേ വെച്ചാൽ പറയട്ടെ. ഞങ്ങളെ കണ്ടാൽ ചേച്ചിന്റെയും അനിയന്റെയും പോലെ ഉണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഉണ്ടോ അങ്ങനത്തെ ഒരു ചേച്ചി? ഡ്രസ്സ് കട കണ്ട അവിടെ മയങ്ങി ഡ്രസ്സ് ഒന്നും എടുക്കില്ലെങ്കിലും അതിനുള്ളിൽ കയറും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഒരു 4 മണിയൊക്കെ ആയി. അപ്പൊ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കാട്ടാ. ചായ കുടി പറഞ്ഞാൽ ഞങ്ങളുടെ രണ്ടുപേരും വീക്കനസ് ആട്ടാ. ചായ പറഞ്ഞാൽ അവിടെ ഞാനും ചേച്ചിയും വീഴും. ഏകദേശം കുറെയൊക്കെ ഞങ്ങൾ ഭയങ്കര സിമിലാരിറ്റി ആട്ടാ. എന്ന് വെച്ചാൽ ഇതേ ഇപ്പൊ ഒരു എക്സ്പ്രഷൻ കാണിക്കൂട്ടാ. രണ്ടുപേരും പറഞ്ഞിട്ടൊന്നല്ല, അത് അങ്ങനെ വന്നതാ. കണ്ട ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കാതൂത്തറന്നുണ്ട്. കാതൂത്തരാമോ? കുട്ടി തരില്ല. പക്ഷെ കാത് കുത്തിയിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാതൂത്തുന്നതുണ്ട്. അപ്പൊ അത് കാണണം. അപ്പൊ ഓക്കെ, ബൈ.